നമസ്കാരം. വട്ടമേശ ചർച്ച. ലാഹോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലാഹോർ സന്ദർശനം. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ, ജോൺ സാമുവൽ, അന്തർദേശീയ രാഷ്ട്രീയ നിരീക്ഷകൻ. ജോൺ സാമുവൽ, ഈ നരേന്ദ്രമോദിയുടെ കാബൂൾ ലാഹോർ സന്ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യ ഒരു വലിയ ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ട് കുറേ കാലമായിട്ട്. ഇപ്പം പാർലമെൻറ്റ് മന്ദിരം, അതിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി പോകുന്നു. അവിടെ മുൻ പ്രധാനമന്ത്രി BJP നേതാവ് AB വാജ്പേയി ബ്ലോക്ക് ഉണ്ടാക്കുന്നു, അത് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം, അതുപോലെ ഈ പ്രദേശത്തുള്ള മറ്റ് ശ്രീലങ്ക, ബംഗ്ലാദേശ്, അതുപോലെയുള്ള രാജ്യങ്ങൾ, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഒന്നാമത് പറയേണ്ടത്, ഇപ്പോൾ ഈ അധ്യായം ഒന്നും പുതിയ അധ്യായമല്ല. അതായത് ഇന്ത്യയുടെ നയം ചായ കുടിക്കുന്നത് അതല്ല. പക്ഷെ ഇന്ത്യ കഴിഞ്ഞ 92 തൊട്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫോറിൻ എയ്ഡിൽ വളരെയധികം ഉയർച്ച വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ ചെറിയ രാജ്യങ്ങളിലുള്ള എയ്ഡ് വേണ്ടെന്നും നമ്മൾ നെറ്റ് എയ്ഡ് ഗിവർ എന്നുള്ള ഒരിതുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എയ്ഡ് കൊടുക്കുന്നത് ഭൂട്ടാനാണ്. ഭൂട്ടാന് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ സെക്യൂരിറ്റി എയ്ഡാണ്. കാരണം ഭൂട്ടാനിൽ ആർമിയെ പിന്നെ ഫണ്ട് ചെയ്യുന്നത് നമ്മളാണ്, നമ്മുടെ ആർമിയാണ് അവിടെ. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ വളരെ സ്ട്രാറ്റജിക്കായിട്ടൊരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ റിലേഷനിൽ അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ ഇൻ്റർവെൻഷന് ആവശ്യമാണ്. പക്ഷെ അതിനപ്പുറം ഇറാൻ, പിന്നെ സെൻട്രൽ ഏഷ്യ, അതായത് അമേരിക്കയുടെ എയ്ഡ് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ $1 ബില്യൺ കൂടുതൽ ഇന്ത്യ അവിടെ എയ്ഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും വലിയ ഹൈവേ ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്. പിന്നെ നമ്മുടെ എന്താ പറയുക, പാർലമെൻറ്റ് മന്ദിരം മൊത്തമായിട്ട് ഇന്ത്യ ഡിസൈൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു രാജ്യത്തും ഇത്രമാത്രം ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴുണ്ടായ ഒരു മാറ്റമല്ല. രണ്ട്, റഷ്യയുമായിട്ടുള്ള കാര്യവും ഇപ്പോഴുണ്ടായ മാറ്റമല്ല. അപ്പം ഈ മൻമോഹൻ സിംഗിൻ്റെ സമയത്തുണ്ടായിരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് ഒരുപാട് ഗ്രൗണ്ട് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിക്കത്തില്ല, അദ്ദേഹത്തിന് മീഡിയ സ്പിന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രയോജനം ഉണ്ടാക്കാൻ UPA ഒന്നാം ഗവൺമെൻറ്റും രണ്ടാം ഗവൺമെൻറ്റും സാധിച്ചില്ല. പക്ഷേ സബ്സ്റ്റാൻറ്റീവ് ഇൻ്റർവെൻഷൻ ഇൻക്ലൂഡിങ് ആസിയാനുമായിട്ടുള്ള ഒരു മാറ്റം വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു കൊല്ലത്തെ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ റഷ്യയുമായിട്ട് നമ്മൾ പോയി കരാർ ഒപ്പിട്ടിരുന്നു വിചാരിക്കുന്ന മൗഢ്യമാണ്. അതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ 10 കൊല്ലത്തെ എഫർട്ടിൻ്റെ ഒരു പൂർത്തീകരണമാണ്. അത് സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അത് പോയി ലോകം കണ്ടതും അത് വളരെ കാര്യമാണ്. പക്ഷേ മൊത്തത്തിൽ സൗത്ത് ഏഷ്യയുടെ നയം ഉദ്ദേശം നല്ലതാണെങ്കിലും പ്രവൃത്തി ഈ ഉദ്ദേശവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഉദ്ദേശമുള്ളതല്ലാണ് സൗത്ത് ഏഷ്യയുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തണമെന്ന് ഉള്ളൊരു ഉദ്ദേശം പ്രധാനമന്ത്രിക്ക് ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തത്തിലൊരു സബ്സ്റ്റാൻറ്റീവ് പോളിസി നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ അയവ് വന്നിട്ടുണ്ട്. സംശയം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അത് ശ്രീലങ്കയായിട്ട് നോക്കുകയാണെങ്കിലും ബംഗ്ലാദേശുമായിട്ട് നോക്കുകയാണെങ്കിലും ഭൂട്ടാൻ ഈവൻ മാലദ്വീപ്സിൽ പോലും നമ്മളൊരു എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ ഇന്ത്യ നടത്തിയിട്ടില്ല. മാലദ്വീപ്സിലെ ജനങ്ങൾ ജനാധിപത്യത്തിനും മറ്റും വേണ്ടി. പാകിസ്ഥാനിലിപ്പോൾ ഈ 3 തല ചർച്ച കഴിഞ്ഞ ശേഷം, അതായത് സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് അജിത് ഡോവലും അവരുടെ സെക്യൂരിറ്റി അഡ്വൈസറും, അത് കഴിഞ്ഞിട്ട് പാരീസിൽ മീറ്റ് ചെയ്തതിന് 3 കഴിഞ്ഞ ശേഷം ഒരു ആദ്യത്തെ കോൺഫിഡൻസ് ബിൽഡിംഗ് മെക്കാനിസമാണ്. പക്ഷേ വാജ്പേയിയുടെ ഗവൺമെൻറ് കാലത്തും ഇതേ കാര്യം നടന്നു. ഒരുപാട് മീഡിയ വന്നു, ഫോട്ടോ എടുത്തു. സംഗതി വണ്ടി വള്ളം തിരുനക്കരക്കൻ എന്ന് പറഞ്ഞ പോലെ 1 ഇഞ്ച് മുന്നോട്ട് മാറി, 1 ഇഞ്ച് മാറിയിട്ടില്ല. വാജ്പേയിയുടെ സന്ദർശനം, ലാഹോർ സന്ദർശനമാണ് നമ്മൾ മോദിയുടെ സന്ദർശനം വരുമ്പോൾ ഓർക്കുന്നത്. ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സന്ദർശനം. പക്ഷേ ചരിത്രം ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം വാജ്പേയി അവിടെ നിൽക്കുമ്പോഴാണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ചരിത്രം സൃഷ്ടിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ ചരിത്രം ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ചരിത്രം പഠിക്കാത്തവൻ ചരിത്രം കൊണ്ട് നശിക്കും എന്നല്ലേ പറയുന്നത്. ജോർജ് സന്റാനയുടെ ഒരു ഫേമസ് സേയിങ് ഉണ്ടല്ലോ, ചരിത്രം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
അവിടെയാണ് എനിക്കിതിനോടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. കാരണം നമ്മളിപ്പോൾ എന്താ ഇത് ചെയ്യുന്നത്, ഇതിന് പ്രധാനമായിട്ടും നരേന്ദ്രമോദിയുടെ ഈ മൂവ്സിൻ്റെ ഒക്കെ പുറകിലുള്ളത് വിദേശ സമ്മർദ്ദമാണ്. അമേരിക്കക്കാരുടെ റിയാക്ഷൻ നോക്കിക്കോളൂ, ഐക്യരാഷ്ട്ര സംഘടന ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ചോദിച്ചോളൂ. അപ്പോൾ അവരെല്ലാം നമ്മളെ വളരെയധികം പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെയും പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു കമ്പൽഷനുണ്ട്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന സൗജന്യം? കാശ്മീർ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും സൗജന്യം കൊടുക്കാൻ സാധിക്കുമോ? അവർക്ക് IS പറ്റി ഭയമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നില്ല, എങ്കിൽ ഞങ്ങളുടെ ഭീകര പ്രവർത്തനം നിർത്തുന്നു? അത് പറയാൻ ഒരു സിവിലിയൻ പാകിസ്ഥാനി പ്രധാനമന്ത്രിയും കഴിയുകയില്ല. കാരണം സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാശ്മീർ സ്വതന്ത്രമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് എത്രയോ നാളുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ തമ്മിലുള്ള ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ട്, നമ്മൾ ഡിക്ലെയർ ചെയ്തു ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അവർ. അതുകൊണ്ടൊന്നും യാതൊരു വ്യത്യാസം. കാരണം എന്താ വെച്ചാൽ രണ്ട് ജനറേഷൻ ഓഫ് പാകിസ്ഥാനീസ് ഹാവ് ബീൻ ടോട്ട് ടു ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് യുവർ വേഴ്സ്റ്റ് എനിമി. അവരെങ്ങനെ അത് മാറ്റിയെടുക്കുന്നത്? അപ്പോൾ അവരത് മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പോൾ IS ഭയം കൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് അവർ നിർത്തുന്നില്ല ഭീകരാക്രമണം ഇന്ത്യക്കെതിരായിട്ട്? നമുക്കൊന്നിച്ച് യുദ്ധം ചെയ്യാം എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ അവർക്ക്? ഇല്ല. കാരണം അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് അതാണ്. അപ്പോൾ നമുക്കെന്താ കൺസെഷൻ കൊടുക്കാനൊക്കില്ലല്ലോ ഒന്നും. ഞാൻ നവാസ് ഷെരീഫും IK ഗുജ്റാലും കൂടെ ഒരു സംഭാഷണത്തിൽ ഇരുന്നിട്ടുണ്ട്. അവർ പഞ്ചാബിലാണ് സംസാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി എന്താണ് പറഞ്ഞത്. മിസ്റ്റർ ഗുജ്റാൽ പറഞ്ഞു, എനിക്ക് താങ്കൾക്ക് കാശ്മീർ തരാൻ പറ്റില്ല, നിങ്ങൾക്കത് എടുക്കാനും പറ്റില്ല. എന്നിട്ട് അവർ ഷെയ്ഖാൻ്റെ എതിർ പറഞ്ഞു, ശരി അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ പറയാൻ ഒരു ആർമി ജനറൽ തയ്യാറാവില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. അതുകൊണ്ട് നമ്മളിപ്പോൾ നവാസ് ഷെരീഫിനെ ശക്തിപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സിവിലിയൻ ഗവൺമെൻറ്റിന് അംഗീകാരം കൊടുത്തത് കൊണ്ടോ ഒന്നും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ മാറാൻ പോകും. ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു ചരിത്രത്തിൻ്റെ കഷ്ണം എടുത്തിടാൻ തോന്നുന്നത്, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പാകിസ്ഥാനെ വെട്ടിമുറിച്ചത്. അത് ഭയങ്കര ചരിത്ര സംഭവമല്ലേ? ഇതുപോലെയുള്ള അധ്യായമൊന്നുമല്ല അത്. അല്ല, എന്നിട്ട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നേതാവ് അഖണ്ഡ് ഭാരത് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വെട്ടിമുറിച്ചത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യ ആയിരുന്നു. അത് അഖണ്ഡ ഭാരതമല്ല, അഡ്വാൻറ്റേജ് ഇന്ത്യ ആയിരുന്നു. അല്ല, പാകിസ്ഥാൻ ഓൾസോ ഡസന്റ് വാണ്ട് ടു ഹിയർ അബൌട്ട് അഖണ്ഡ ഭാരത്. അത് കേൾക്കാൻ പറ്റും, അത് താല്പര്യം. അതെ, അവരൊരു മുസ്ലിം രാജ്യം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളിനി അഖണ്ഡ ഭാരത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഇഷ്ടം? അപ്പം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് 24 മണിക്കൂറിനകമാണ് അൽ ജസീറയിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് ഉദ്ദേശിച്ചായിരുന്നില്ല, നേരത്തെ റെക്കോർഡ് ചെയ്തതായിരുന്നു. എന്തൊക്കെ ആയാലും അന്നേരം തന്നെയാണ് സർത്താജ് അസീസ് പറഞ്ഞത് ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബാക്ക് ടു സ്ക്വയർ വൺ അല്ലേ? അതെ അതെ. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാകിസ്ഥാൻ്റെ മേലുള്ള മേൽക്കോയ്മ സ്ഥാപിക്കലായിരുന്നു ഈ ബംഗ്ലാദേശ് ലിബറേഷൻ. അതൊരു കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാളാണ് സാധിച്ചത്. അപ്പോൾ അതുമായിട്ട് വേണം നമ്മൾ നരേന്ദ്രമോദി എന്ന BJP നേതാവ്, BJP പ്രധാനമന്ത്രി, RSSൻ്റെ പിന്തുണയോടുകൂടി നവാസ് ഷെരീഫിൻ്റെ അടുത്ത് വിമാനം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് കൊട്ടിഘോഷിക്കുന്നത് വേറൊരു തരത്തിലാണ്. ഞാൻ സൗഹൃദത്തിന് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ BJPയും RSSുമാണ് ശക്തമായ മുസ്ലിം വിരുദ്ധ വികാരവും ശക്തമായ പാകിസ്ഥാൻ വിരുദ്ധ വികാരവും മൊത്തക്കച്ചവടത്തിന് വെച്ചിരിക്കുന്നത്. അതും കൂടെ ഓർക്കണം. അടുത്ത ഒരു പൊളിറ്റിക്കൽ ഒരു ധീരമായ ഒരു കാൽവയ്പ് എന്ന് ഞാൻ പറയുന്നത്. ധീരമായ കാൽവയ്പ്പാണ് തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ പോലും ഡിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം പോയത്. അത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശശുദ്ധി, ജോൺ സാമുവൽ പറഞ്ഞതുപോലെ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകുന്നല്ലേ പറയുന്നത് നമ്മൾ. പക്ഷേ അതുകൊണ്ട് മാത്രം വിദേശ നയത്തിൽ മാപ്പ് നൽകാൻ പറ്റില്ല. വിദേശ നയത്തിൽ ഒരു കൺസിസ്റ്റൻസി വേണം, ഒരു തുടർച്ച വേണം, ഒരു റോഡ് മാപ്പ് വേണം. ആ റോഡ് മാപ്പ് എന്താണ്? ഫോറിൻ സെക്രട്ടറി ടോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോറിൻ സെക്രട്ടറി ടോക്സ് ഫിക്സ് ചെയ്തതിൻ്റെ ഇടയിൽ പ്രധാനമന്ത്രിമാരെന്താണ് സംസാരിക്കാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു ആബറേഷനാണത്. നമ്മളൊരു പാത്ത് നോക്കിയിരിക്കുന്നു, അതിനിടയിൽ പ്രധാനമന്ത്രി അവിടെ ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മുടെ ഇവരുടെ സംഭാഷണം വിജയമാകട്ടെ എന്ന് പറയാം. പക്ഷേ സബ്സ്റ്റൻസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. കാരണം ഒരു ഫോമാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? അല്ല, അത് TPS പറഞ്ഞ ഒരു വളരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഫോറിൻ പോളിസി നിശ്ചയിക്കുന്നത് പാകിസ്ഥാനിലെ ആർമിയാണ്. കാരണം പാകിസ്ഥാൻ്റെ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും, ഒരു ഗവൺമെൻറ്റിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഉണ്ടല്ലോ, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മിലിറ്ററൈസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇല്ലാത്ത ഒരു രംഗവുമില്ല. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭാഗത്തും മിലിറ്ററി എസ്റ്റാബ്ലിഷ്. അത് ഈജിപ്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മ്യാൻമാറിൽ അതാണ് സംഭവിച്ചത്.
എല്ലാ മീഡിയയിൽ പോലും റിട്ടയർഡ് കേണൽസും ബ്രിഗേഡിയറും ഒക്കെയാണ് മീഡിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സിവിലിയൻ പ്രധാനമന്ത്രിക്ക് മിസസ് ബൂട്ടോ ആണെങ്കിലും ബെനസിർ ബൂട്ടോ ആണെങ്കിലും ഈ പിന്നെ നവാസ് ഷെരീഫ് ആണെങ്കിലും ഇവർക്കൊക്കെ വളരെയധികം പരിമിതികളുണ്ട്. ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫോറിൻ പോളിസി അപ്രോച്ചുണ്ട്. ട്രഡീഷണൽ ഫോറിൻ പോളിസി അപ്രോച്ച് ഈസ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ സെൻറ്റേഡ് പിന്നെ ചൈന സെൻറ്റേഡ്. അതിനെ റിയാക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു കാര്യം. അതിന് ആ ഡെഡ് ലോക്കിന് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വരുത്തണം. ജേക്കബ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഞാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം കണ്ടിന്യൂറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ കാബൂളിലെ ആണെങ്കിലും പിന്നെ റഷ്യയുമായിട്ടാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുള്ള പ്രധാനമന്ത്രി അദ്ദേഹമാണ്. അതിൻ്റെ നന്മ തിന്മകളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഇതൊക്കെ ഒരു മീഡിയ സ്പിന്നപ്പുറത്ത് എന്തെങ്കിലും പിന്നെ അമേരിക്കയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നോ എനിക്ക് സംശയമുണ്ട്. പിന്നെ TP ശ്രീനിവാസൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അമേരിക്കയും ഇവരെല്ലാം പിന്നെ ഇന്ത്യയോടും പാകിസ്ഥാനും നിങ്ങൾ സുഹൃത്തുക്കളാകണം. അവരുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റും ആയുധവുമാണ്. അവർ ഇന്ത്യക്കും വിൽക്കും ആയുധം, പാകിസ്ഥാനും വിൽക്കും ആയുധം. ഇടയ്ക്കൂടെ ഡിപ്ലോമസിയും നല്ല കാര്യവും മോറൽ ആറ്റിറ്റ്യൂഡ്സ് ദേ കീപ് സേയിങ് ഇറ്റ്. ബട്ട് ഇവൻച്വലി ദെയർ പ്രൈമറി ഇൻട്രസ്റ്റ് ഈസ് ദെയർ വെപ്പൺ. ഇപ്പം അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ന്യൂക്ലിയർ വന്നതോടുകൂടി അതിൽ ചില വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായാലും അവർക്കൊരു പ്രശ്നമില്ലല്ലോ, അവരുടെ ആംസ് കൂടുതൽ വിൽക്കാം. പക്ഷേ ന്യൂക്ലിയർ പോസിബിലിറ്റി വന്നപ്പോൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകം നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി ലൈൻ ഓഫ് കൺട്രോളിൽ. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അവരുടെ എബിലിറ്റി. കാരണം കൺവെൻഷണൽ വാറിൽ അവർ നമ്മളോട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് നോ ഫസ്റ്റ് യൂസ് പോളിസി ഇല്ല. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ടാക്റ്റിക്കൽ വെപ്പൺസ് ഉപയോഗിച്ച് ഇന്ത്യയെ ന്യൂക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പോളിസി. അതിൽ ബ്രിട്ടൻകാർക്കും അമേരിക്കയ്ക്കും ഒക്കെ വലിയ ഭയമൊക്കെയുണ്ട്, ജപ്പാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് കൂടുതൽ സൈനിക സഹായം നൽകാനും ഒക്കെ സഹായമായി വരുന്നത്. അതുകൊണ്ട് ഈ സംഭാഷണം നടത്തുകയും അതേസമയം യഥാർത്ഥത്തിലുള്ള പ്രശ്നം പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അവർ നമ്മളെ തള്ളിവിടുകയാണ്. അതിലേക്ക് നമ്മൾ ചേരുകയും ചെയ്യണം. അപ്പോൾ ഈ ടോക്സിൽ നിന്നൊന്നും സംഭവിക്കാൻ പാടില്ല നമുക്കറിയാം. ഇപ്പോൾ ഫോറിൻ സെക്രട്ടറി ടോക്സിൽ നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും നമുക്കറിയില്ല. വേറൊരു ടോക്സിലേക്ക് മാറും എന്നുള്ളതേ ഉള്ളൂ. ആ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് വരാത്തിടത്തോളം കാലം, നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള ഫണ്ടമെൻ്റൽ ചേഞ്ച് വരാത്തിടത്തോളം കാലം പറ്റില്ല. കാരണം ഒരു ഗവൺമെൻറ്റിനും കാശ്മീർ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു ഗവൺമെൻറ്റും പാകിസ്ഥാനിലുള്ള ഒരു ഗവൺമെൻറ്റും പറയില്ല കാശ്മീർ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് പറയില്ലല്ലോ. LOC നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയില്ല. ആ മനസ്സിലെങ്ങനെ വ്യത്യാസം വരും? അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ സൗഹൃദമില്ലാത്ത സൗഹൃദ സന്ദർശനത്തിനോട് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. എന്നാലും നരേന്ദ്രമോദിയുടെ യാത്ര അത് പക്ഷേ മീഡിയ അതിനങ്ങപ്പുറത്തേക്ക് ഈ TPS പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് തമ്മിൽ അവരുടെ പരസ്പരമുള്ള ഒരു ശത്രുതയും ആശങ്കയും കുറച്ചൊക്കെ ആകട്ടെ, ജനങ്ങൾ തമ്മിൽ സത്യാസുഹൃത്ത്. ഞാൻ പാകിസ്ഥാനിൽ ഒരു 10 തവണയെങ്കിലും പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളോട് സ്നേഹമുള്ള പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് ഉള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റെല്ലാ രാജ്യങ്ങളിലും പാകിസ്ഥാനിലാണ്. ഇന്ന് ഇന്ത്യയിൽ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ലണ്ടനിലും ന്യൂയോർക്കിലും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവിടെ ജനങ്ങൾ. ഞാൻ പീപ്പിൾ ടു പീപ്പിൾ ജേർണലിസ്റ്റുകാർ എനിക്ക് ഏറ്റവും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ ഒരുപാടുണ്ട്. ഞാൻ നോർവേയിൽ താമസിച്ചത് പാകിസ്ഥാൻ വംശജരവരുടെ വീട്ടിലാണ്. ന്യൂയോർക്കിലെ സൗത്ത് ഏഷ്യൻ ജേർണലിസ്റ്റ് അസോസിയേഷനെ പറ്റി അറിയാലോ. എൻ്റെ മകനാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനി ജേർണലിസ്റ്റ് ആണ് അവരുടെ. അപ്പോൾ ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇത് ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. ആർമിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഹോളി കൗ ആണ്, ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ കാശ്മീർ ഇഷ്യൂ. അതാണ് അവർക്ക് ആംസ് കൊടുക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഉദ്ദേശവും പാകിസ്ഥാൻ്റെ ഉദ്ദേശവും രണ്ടാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഇതൊരു പുകമുറ സൃഷ്ടിക്കുകയാണ്. അവരുടെ മൊത്തം ഫോറിൻ പോളിസി അമേരിക്കയായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളോട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകമുറ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ നല്ല ആൾക്കാരാണ്, നമ്മളെല്ലാവരും പുറകെ കൂടെ അതുകൊണ്ടല്ല കാർഗിൽ യുദ്ധം സന്ദർശനം കഴിഞ്ഞ പിറ്റേന്ന് തുടങ്ങി.
ഇല്ല, വാജ്പേയി വാസ് ദേർ. യുദ്ധം തുടങ്ങിയപ്പോൾ വാജ്പേയി വാസ് അവിടെ ഇൻ ഉണ്ട്. അതേപോലെ ഉള്ളൊരു പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഇമേജിൻ്റെ ഒരു മെറ്റഫറാണല്ലോ. അദ്ദേഹം ഇങ്ങനെ ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഈ ബലൂൺ എപ്പം എത്ര വരെ പോകുമെന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഇന്റേണൽ കമ്പൾഷൻ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വിദേശയാത്രകളിലും അത് ആ വിദേശ രാജ്യത്തെ മാറ്റം ഉണ്ടാക്കാനല്ല, ബാക്ക് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയെ വിൻ ഓവർ ചെയ്യാൻ വേണ്ടിയാണ്. ഡയസ്പോറ ഇന്ത്യയിൽ അവർ ഇന്ത്യൻ സിറ്റിസൺസ് അല്ല. ഡയസ്പോറ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സവർണരായിട്ടുള്ള കുറച്ച് പേരെ കൂട്ടി അത് ഭയങ്കരമായി ആഘോഷിക്കുകയാണ്. സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും എല്ലായിടത്തും ചെയ്തിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇമേജ് ബിൽഡിങ്ങാണ്. കാരണം ആ ഇമേജ് സ്പിന്നാണ്. പാകിസ്ഥാൻ്റെ ഉദ്ദേശം അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചതിക്കുഴി. പാകിസ്ഥാൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി. ആ ഡിസ്ട്രാക്റ്റീവ് സ്ട്രാറ്റജി നടക്കുമ്പോൾ തന്നെ മറ്റേ പ്രശ്നം നടത്താൻ വേണ്ടി ആർമിയും പിന്നെ ISIയും അവരെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇതിനൊരു അപകടം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വി ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ദ സൗണ്ട് ബൈറ്റ്സ് ആൻഡ് ഫ്യൂരി ആൻഡ് ഇമേജ്. അതെ. അല്ല, ഇതേപോലെയുള്ള സാഹചര്യത്തിലാണ് കാർഗിൽ യുദ്ധം ഉണ്ടായത്. നേരത്തെ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ മണ്ണിൽ കഴിയുമ്പോൾ അതേപോലെ തന്നെയാണ് ബോംബെ ആക്രമണവും. നിന്നിച്ചിരിക്കാതെ വരുന്ന ആക്രമണം ശരിക്കും പറഞ്ഞാൽ അത് പാകിസ്ഥാൻ. അപ്പോൾ അതിൽ നമ്മൾ സൗജന്യം നൽകുമ്പോൾ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അതിൽ സ്റ്റിക്ക് ചെയ്തിരുന്നുവെങ്കിൽ, അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തില്ല. അദ്ദേഹം തന്നെ ഷർമൽ ഷേഖിൽ പോയി ബലൂചിസ്ഥാനിൽ ഇന്ത്യ വന്നു എന്നൊക്കെ സമ്മതിച്ചു കൊടുത്തില്ലേ. അപ്പോൾ എല്ലാവർക്കും, എല്ലാ പ്രധാനമന്ത്രിമാർക്കും ആഗ്രഹമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ നല്ലതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചരിത്രം അതല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത് ഇതിന് വലിയ പ്രശ്നങ്ങളാണ്. ഇത് മാറണമെങ്കിൽ സമയമെടുക്കും, പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ അതിനുള്ള സമയം വേണം. അതനുസരിച്ച് നമുക്ക് പോയാൽ മതിയല്ലോ. നമുക്കിപ്പോൾ ധൃതി എന്താണ്? എനിക്കൊരു സംശയം. എന്താ ധൃതി? വാട്ട് വി ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, മാൽദീവ്സ് ഈ രാജ്യങ്ങളുടെ പിന്നെ സമാധാനവും പിന്നെ സമ്പൽ സമൃദ്ധിയും ഇന്ത്യയെ വളരെയധികം ബാധിക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ സെക്കൻഡ് ട്രാക്ക് ഇത് വേറെ കാര്യം. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഒരു ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ കാര്യത്തിൽ വളരെ സ്കെപ്റ്റിക്കലാണ്. നമ്മുടെ TP ശ്രീനിവാസൻ സാർ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ, IFS ഓഫീസേഴ്സ് ഉള്ളത്. കാരണം ഇത് സെക്കൻഡ് ട്രാക്ക് ഡിപ്ലോമസി സഞ്ജയ് ജിൻഡൽ ഇതിനകത്ത് പുറകെ കൂടെ വളരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രാക്ക് ഡിപ്ലോമസിയുടെയും കൂടെ കോൺഗ്രസ്സുകാർക്ക് മിശ്ര ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ്സുകാർക്ക് മിശ്ര ഉണ്ടായിരുന്നു, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സെക്കൻഡ് ട്രാക്ക് ഡിപ്ലോമസി വന്നെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് ഇന്ത്യ ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്ന ശ്രമങ്ങൾ ഞാനതിൻ്റെ വില കുറച്ച് കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴ് കൃത്യമായി സൗത്ത് ഏഷ്യൻ അല്ല സബ്സ്റ്റൻസ് ഇതുവരെ ഇല്ല, ഇനി ഉണ്ടായി കൂടായില്ലല്ലോ. ഇപ്പൊ ഞാനതിനെ പിന്നെ ഐ ആം ഓപ്റ്റിമിസ്റ്റിക്, ഐ ആം റിയലിസ്റ്റിക്, ഐ ആം നോട്ട് പ്രാക്ടിക്കൽ, ഐ ആം നോട്ട് സിനിക്കൽ അബൌട്ട് ഇറ്റ്, ഐ ആം നോട്ട് ഈവൻ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്റ്റിമിസം ഓഫ് ദ വിൽ, ഇറ്റ് ഈസ് ആൻഡ് ദ പെസിമിസം ഓഫ് ദ ഇന്റലക്ട് എന്ന് പറഞ്ഞ പോലെ, ഗ്രാംഷി പറഞ്ഞ പോലെ. ഇതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചിട്ട് സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയുടെ റോള് മാറിയെങ്കിൽ മാത്രമേ അത് ഇന്ത്യക്ക് UN പെർമനൻ്റ് സീറ്റ് വേണമെങ്കിൽ ചൈനയും ഇതുപോലെ ഇന്ത്യക്ക് ഇവിടെയുള്ള ബാർഗെയിനിങ് പവർ ഇപ്പോൾ വളരെ കുറച്ചാണ്. ആ ബാർഗെയിനിങ് പവർ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ റഷ്യയിലും UK യിലും അവിടെയും ചെന്നിട്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് മാറ്റണം. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഇതുവരെ എനിക്ക് പോയിട്ടില്ല. വട്ടമേശ ചർച്ച ചെയ്തത് മോഡിയുടെ ലാഹോർ യാത്രയെക്കുറിച്ചാണ്. അത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണോ അതോ ശരിക്കും ഒരു നയതന്ത്ര നീക്കമാണോ എന്നുള്ളത് വരും കാലങ്ങളാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്. വട്ടമേശ ചർച്ച സമാപിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തത് പ്രമുഖ ഇന്ത്യൻ അംബാസഡർ TP ശ്രീനിവാസൻ, അന്തർദേശീയ രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ സാമുവൽ. നന്ദി, നമസ്കാരം.